ചവറ ഗ്രാമപഞ്ചായത്ത് സെയിം 130 നമ്പർ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. ചവറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണിക്കാവ് വാർഡിലാണ് അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത്. C130 നമ്പർ അംഗനവാടിക്കാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ നിർവഹിച്ചു. നമ്മൾ ഓരോ വർഷവും പുതിയതായിട്ട് ഏറ്റെടുക്കുന്ന പദ്ധതികളെക്കാൾ കൂടുതൽ സ്പിൽ ഓവർ പദ്ധതികൾ നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് സ്പിൽ ഓവറിന്റെ എണ്ണമൊക്കെ കുറച്ച് നമുക്ക് പ്ലാൻ ഫണ്ടും ജനറൽ ഫണ്ടും ഒക്കെ ആയിട്ട് അനുവദിച്ചു വരുന്ന തുകകൾ 100% ചിലവഴിക്കുന്ന ഘട്ടത്തിലേക്ക് പഞ്ചായത്തിന് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതിന് ICDS ചവറ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിലകൊണ്ടു. പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടായിട്ട് അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി. പഞ്ചായത്തിലെ ബാക്കി പൊതുവിലുള്ള എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ ലഭിച്ചു. അങ്ങനെയാണ് പല അംഗൻവാടികളും ഈ പറഞ്ഞ അംഗൻവാടികൾ പലതും നേരത്തെ തുടങ്ങേണ്ടിയിരുന്ന അംഗൻവാടികൾ ഈ ഭരണകാലത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളിൽ 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ കുട്ടികളുടെ സാമൂഹിക ജീവിതത്തിന് പുറത്തോട്ടുള്ള ആളുകളുമായിട്ട് പരിചയപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ. ആ സമയം അവർ ചിലവഴിക്കുന്ന അംഗൻവാടികളിൽ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് ഒരു പ്രാദേശിക സർക്കാർ എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന്റെ കടമയാണ് എന്ന് വിശ്വസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IJ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം C വസന്തകുമാർ സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ നീതു ഷാരോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിത നദീർ, പഞ്ചായത്ത് അംഗം വിനോദ, അംഗനവാടി അധ്യാപിക ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.